കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തലപ്പത്തിരിക്കുന്നവർ അഴിമതിയും ധൂർത്തും നടത്തുമ്പോഴും തൊഴിലാളികളുടെ ജീവിതം കടുത്ത ദുരിതത്തിൽ. കമ്പനിയിലെ തൊഴിലാളികളുടെ ദുരിതജീവിതത്തിന്റെ ഉദാഹരണമാണ് കരിക്കോട് സ്വദേശി മണി. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ മണി ഭിന്നശേഷിയുള്ള മകനും വൃദ്ധനായ പിതാവിനുമൊപ്പം താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡിലാണ് കഴിയുന്നത്. ഫാക്ടറികൾ വീണ്ടും അടച്ചതോടെ ഒരു നേരത്തെ ഭക്ഷണത്തിനും പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഭിന്നശേഷിയുള്ള മകനെയും വൃദ്ധനായ പിതാവിനെയും കൊണ്ടുപോകാൻ മറ്റൊരിടമില്ലാത്ത മണി ഈ ഷെഡിൽ കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു വീട് വയ്ക്കാൻ സഹായം തേടി അധികാരികളെ പലതവണ സമീപിച്ചെങ്കിലും ഇതുവരെ സഹായിക്കാൻ തയ്യാറായില്ല. ഭർത്താവ് ഉപേക്ഷിച്ചുപോയ മണിയുടെ മൂത്ത മകൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുകയായിരുന്നു. ഇടിഞ്ഞു വീഴാറായ ഷെഡിൽ കഴിയുമ്പോഴും APL റേഷൻ കാർഡാണ് മണിക്ക് അനുവദിച്ചതും. എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ പറയും ഇതൊന്ന് നേരത്തെ തരാൻ പറയും. അവർ നേരത്തെ തരാമെന്ന് പറഞ്ഞാൽ അവർ ഓട്ടും പിടിച്ചോണ്ട് അവരങ്ങ് പോകും. പോയിട്ട് പിന്നെയും തിരിച്ച് വീണ്ടും ഓട്ടിന് വരുമ്പോൾ വീണ്ടും നമ്മൾ പറയാനേ ഉള്ളൂ. ആരെ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾ ഇവിടെ കിടക്കുക. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിലുള്ള കമ്പനിയിൽ മണിക്കുള്ള ജോലിയാണ് വീട്ടിലെ ആകെയുള്ള വരുമാനം. ഓണത്തിന് 20 ദിവസത്തെ ജോലി നൽകിയ ശേഷം വീണ്ടും കശുവണ്ടി കോർപ്പറേഷനിലെ ഫാക്ടറികൾ പൂട്ടിയതോടെ ജോലിയും ഇല്ലാതായി. പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിക്കുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.